ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഫ്താർ സ്നാക്കായിട്ടും അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങോ ബീഫോ ചിക്കനോ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനെന്താ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇതാ ഇത്ര തന്നെ മതി കേട്ടോ, ഒരുപാട് വേണ്ട. ഇഞ്ചിയുടെ ഒരു ചെറിയ ഫ്ലേവർ കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ജാറടച്ച് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയും ഇഞ്ചിയും ചപ്പും കുരുമുളകൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടാത്തവർക്ക് ആദ്യം നമ്മൾ ചേർത്തിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/4 ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചില്ലി ഫ്ലേക്സ് എന്തായാലും ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും ഇതിന് ഒരു കറക്റ്റ് ആ ഒരു കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ, ഒരു ചില്ലി ഫ്ലേക്സിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിത് ആ ബ്രെഡ് ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പീസ് ബ്രെഡിനെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടും നമ്മൾ ഈ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ 2 കോട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോഴായിരിക്കും കുറച്ചും കൂടെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാക്കുക. അതായത് പുറത്തൊന്നും കൂടി ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു മുട്ടയുടെ മിക്സിൽ ഒന്നും കൂടി ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല കട്ടിയായിട്ടുള്ള ഒരു ക്രഞ്ചിങ് നമ്മുടെ ആ ഒരു കോട്ടിങ് ഉണ്ടല്ലോ, കോട്ടിങ് കുറച്ചും കൂടി കട്ടിയിൽ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള ക്രഞ്ച്നെസ് മതി എന്നുണ്ടെങ്കിൽ ഒരു തവണ തന്നെ കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു തവണ ഡിപ്പ് ചെയ്തിട്ട് ഒരു തവണ കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മളിതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഓയിലൊന്നും കുടിക്കില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. കാരണം അതിൻ്റെ ഉൾഭാഗത്ത് വേവാനൊന്നുമില്ല. പിന്നെ ആ ഒരു പുറം ഭാഗത്തുള്ള ആ ഒരു കോട്ടിങ്ങൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ 2 സൈഡും നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇനി നോമ്പൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ചിക്കനും ബീഫും ഉരുളക്കിഴങ്ങൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്നാക്കൊക്കെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.